ഒറിജിനൽ അങ്ങ് സുഖമായിട്ട് ജീവിക്കുന്നത് വലിയ കഷ്ടപ്പാടാണ്. ഞാൻ പോയില്ലാത്തൊരാ മരുന്നിന് പോലും പൈസ ഇല്ലാത്ത വ്യക്തിയാണ് കഴിഞ്ഞു കൂട്ടണം. എൻ്റെ മോനെ ആരെയും പറ്റിക്കില്ല, ഞാനത് പഠിപ്പിച്ചിട്ടുമില്ല. എൻ്റെ മോനെ അയാൾക്ക് ഉമ്മുള്ളതല്ലേ, അയാളെന്താണെന്ന് മനസ്സിലാക്കാത്ത. സാദിക്കാണ് ഉമ്മയല്ലേ? സാദിക്കൊക്കെ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങി വലിയ വിജയമൊക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിന് കാശ് മുടക്കിയത് ശരിക്കും പറഞ്ഞാൽ സിറാജ് എന്ന് പറഞ്ഞ ഒരാളാണെന്നും അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടം വന്നെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ നടക്കുന്നത്. ഇപ്പൊ സിറാജ് ഇപ്പം ലാഭം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മുടക്കുമുതൽ കിട്ടാൻ വേണ്ടിയൊക്കെ ഇപ്പം നിയമ പോരാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ സിറാജിന്റെ കാശ് അമ്മയുടെ മോന്റെ അല്ലേ, ഈ സാദിക്കാണ് അല്ലേ? എൻ്റെ മോൻ ഒറിജിനൽ അങ്ങ് സുഖമായിട്ട് ജീവിക്കുന്നത് വലിയ കഷ്ടപ്പാടാണ്. ഞാൻ പോയില്ലാത്തൊരാ മരുന്നിന് പോലും പൈസ ഇല്ലാത്ത വ്യക്തിയാണ് കഴിഞ്ഞു കൂട്ടണം. മോന് വാടക കൊടുക്കാൻ പോയിരുന്ന വ്യക്തിയില്ല. 3 പെൺമക്കളാണ്, ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ജീവിതവും എൻ്റെ ഇടയപ്പകരാണത്. എനിക്കൊരു വേറൊരു നിവൃത്തി ഞങ്ങൾക്കില്ല, വീടുമില്ല, ജോലിയില്ല. അയാൾ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ മോൻ ആരെയും പറ്റിക്കില്ല, ഞാനത് പഠിപ്പിച്ചിട്ടുമില്ല. എൻ്റെ മോനെ സത്യത്തിൽ കൂടിയാണ് എൻ്റെ മോൻ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദൈവനെ കൈവിടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അറ്റാക്ക് വന്ന രോഗിയാണ്, മരുന്നടിക്കാൻ പോയിട്ടില്ല. അത് ഞാൻ സംസാരിക്കും, എനിക്ക് പറ്റുകയില്ല. അമ്മ ഇത് വിഷമിക്കട്ടെ. അമ്മ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താ സാധിക്കാനെ പറ്റി അമ്മയ്ക്ക് പറയാനുള്ളത്? ഓർക്കുമ്പോ ഒക്കെ എന്താ പറയാനുള്ളത്? ഈ ഒരു വിഷയമൊക്കെ വന്നപ്പോ അറിയാമല്ലോ, എന്താണ് അമ്മയ്ക്ക് ഉമ്മായിക്ക് പറയാനുള്ളത്? സിറാജിനെ അറിയത്തില്ല ഉമ്മായിക്ക്? അയാളത് മനസ്സിലാക്കണ്ടേ? അങ്ങനെ അയാൾക്ക് ഉമ്മുള്ളതല്ലേ, അയാളെന്താണെന്ന് മനസ്സിലാക്കാത്ത. ജീവിച്ചതാണ് ഒറിജിനൽക്കാരെന്ന് ഇവിടെ കാലത്തോളം ജീവിച്ചത്. 3-4 കൊല്ലമായില്ല ഇപ്പൊ. 3-4 കൊല്ലമായി. നമ്മ സത്യത്തിൽ കൂടി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ കൈവിടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അയാൾ പറയണ എല്ലായിടത്തും ഒന്നും കൊടുക്കാനില്ല എന്ന് പറയണം. സിറാജ് പറയുന്നു. ഇപ്പൊ പറഞ്ഞു വരുമ്പോ സിറാജിന് മാത്രമേ എല്ലാരും കൊടുക്കാനുള്ളൂ, ഇല്ലല്ലേ? എനിക്ക് കാലം ചെയ്യാത്തോണ്ട് ഞാൻ ഇവിടെ അങ്ങനെ യാത്ര പോകാറില്ല. മകളോട് പറയാറുണ്ട്, അധികമായിട്ട് ഇങ്ങനെ പറയാറില്ല, ഞാൻ സുഖമില്ലാത്ത ഒരാളല്ലേ എന്ന് പറഞ്ഞു. എന്നാലും കണ്ട് എനിക്ക് മനസ്സിലാക്കാല്ല, അറിയാറുണ്ട്, ഞാൻ വിഷമിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം മനുഷ്യൻ, അതേപോലെ ഇപ്പൊ ക്രൂശിക്കപ്പെട്ടു. ദൈവം രക്ഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടില്ല പറഞ്ഞാവട്ടെ, അപ്പൊ ഇങ്ങനെ അവര് വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ അത് വെറുതെ കാലം ജോലിക്ക് കൊണ്ടുപോകണമെന്നല്ലേ നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് ഇവര് പറഞ്ഞിരുന്നത് എന്നോട്. താല്പര്യമായിരുന്നു, നല്ല കച്ചവടമൊക്കെ ചെമ്മീത്തിൻ്റെ ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അത് കാരണം പോകാൻ ഇഷ്ടമായിരുന്നു. അവനെ കാപ്പണി അറിയാമല്ലോ, ഇവിടെ വന്നപ്പോഴും ചെമ്മീത്തിൻ്റെ പണിയൊക്കെ ആയിരുന്നല്ല, റൂബിയാലിലൊക്കെ പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ്. അപ്പൊ അത് കാരണം പണിയിൽ തന്നെയാണ് പോയിരുന്നത്. നല്ല പണിയുമായിരുന്നു, പൈസയൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഇടക്ക് വെച്ചാൽ ഇങ്ങനെ സ്റ്റെക്കായിരുന്നു. ചിലവർക്ക് അങ്ങനെ മനസാക്ഷി ഉണ്ടാവില്ലല്ലോ, അതല്ലേ അവർക്ക് അവരുടെ കാശല്ലേ വലുത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അയാളിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അയാൾ ചെയ്യട്ടെ, എന്തെങ്കിലും നമുക്കൊരു തീരുമാനം അയാൾ ഉണ്ടാക്കി തരട്ടെ. ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മരുന്ന് കഴിക്കുന്നത് എല്ലാ ആഴ്ചയിലും പോകും, മാസത്തിലൊന്ന് പോകും അല്ലേ? എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറയാം, അല്ലാതെ ഞാൻ എന്ത് പറയാനും. എൻ്റെ മോനെ കടത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഞാൻ പറയാം, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ മോനെ കഷ്ടപ്പെടുത്തരുത്, ആ മക്കൾക്ക് തന്നില്ല അത് കളയരുത്. എനിക്കെൻ്റെ മോനെ നഷ്ടപ്പെടുത്തരുത്, ഇത്ര മാത്രമേ എനിക്ക് അയാളോട് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.